നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഒരു സീറ്റ് പോലും നേടില്ല എന്ന് വോട്ടെണ്ണുന്നതിന്റെ തലേന്ന് പോലും ഇടതുപക്ഷവും യു.ഡി.എഫും പറഞ്ഞതാണ്. പക്ഷേ അവർക്കെല്ലാം കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ശക്തന്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ തേരോട്ടം നടന്നത്. കേരളത്തിൽ ഇനി അധികകാലം ബി.ജെ.പിക്ക് വേണ്ടി വരില്ല കേരളം പിടിച്ചടക്കാൻ. 2021 നിയമസഭാ ഇലക്ഷൻ സമയത്ത് ബി.ജെ.പി. 2ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിലവിൽ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമാണ് നിലവിൽ നിൽക്കുന്നത്. അധികകാലം വേണ്ടി വരില്ല. അതായത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും പി.കെ. കൃഷ്ണദാസും എം.ഡി. രമേശും വി രാജേഷും സന്ദീപ് വാര്യറും ഉൾപ്പെടുന്ന ബി.ജെ.പി. നേതാക്കൾ കേരള നിയമസഭയിൽ എത്തുന്ന കാലം അത്രയ്ക്ക് വിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നിലവിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്കും അതോടൊപ്പം വി സതീശൻ ഉൾപ്പെടുന്ന യു.ഡി.എഫിനും നെഞ്ചെടുപ്പ് കൂടുമെന്നതിലും യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ബി.ജെ.പി. ഒരു ശക്തമായ അടിത്തറ തന്നെ ഒരുക്കി കഴിഞ്ഞു എന്നതിലും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിയമസഭാ ഇലക്ഷൻ ടൈമിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇടതുപക്ഷ കോട്ടകളും വലതുപക്ഷ കോട്ടകളും തകർന്ന് തരിപ്പണമാകും. കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരാരും തന്നെ ജയിക്കാൻ പോകുന്നില്ല എന്ന സ്ഥിരം പറച്ചിലാണ് പാർട്ടി സഖാക്കന്മാരും നേതാക്കളും പറയുന്നത്. അതായത് LDFും UDFും മാത്രമേ വിജയിക്കൂ എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതല്ല നമ്മൾ കാണാൻ പോകുന്നത്. ബി.ജെ.പിയും കൂടെ ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ട്. ബി.ജെ.പിയുടെ ഗ്രാഫ് ലോക്സഭാ ഇലക്ഷൻ ടൈമിൽ നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പരിശോധിച്ചാൽ സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിയാണ് ഒന്നാമതായി എത്തി നിൽക്കുന്നത്. 9 ഇടത്ത് രണ്ടാമതെത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 121 ഇടങ്ങളിലും ഇടതുപക്ഷമാണ് പിന്നിൽ പോയിരിക്കുന്നത്. ഇതിൽ 13 ഇടത്തും മൂന്നാമതായി പോയിട്ടുണ്ട് എന്നതിനും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് ഇടതുപക്ഷത്തോട് ജനങ്ങൾ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു എന്നർത്ഥം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് ഇടതുപക്ഷം നേടിയപ്പോൾ 41 സീറ്റാണ് UDFിൽ ഒതുങ്ങി നിന്നത്. ബി.ജെ.പിക്കാകട്ടെ ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്നാമതെത്തുമെന്ന് ബി.ജെ.പി. ഉറച്ചു വിശ്വസിച്ചിരുന്ന നിയമം ഉൾപ്പെടെ 9 മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. അന്ന് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. നേമം കൂടാതെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. 2021 2ാമതെത്തിയത്. ആ ചരിത്രം പൊളിച്ചെഴുതിയാണ് ഇത്തവണ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് എത്തുന്നതും അതുപോലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാമതും ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. ഈ 20 സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇനി ബി.ജെ.പി. നടത്താൻ പോകുന്നത്. അതിന് അവർക്ക് നേതൃത്വം കൊടുക്കാൻ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ഉണ്ടാകും. എതിർ പ്രചാരങ്ങളെ എങ്ങനെ വേട്ടയാടി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന കൃത്യമായ കണക്കുകൂട്ടലുകൾ സുരേഷ് ഗോപിക്ക് തന്നെയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചത് മുതൽ സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളും പ്രയോഗങ്ങളും അദ്ദേഹത്തിനെതിരെ ശക്തമായി ഉയർത്തിയിട്ടും തൃശൂരിൽ അട്ടിമറി വിജയം നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. ആ പാർട്ടിയുടെ ആത്മവിശ്വാസമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ നിരന്തരം വേട്ടയാടിയ സൈബർ ഇടങ്ങളും അദ്ദേഹത്തിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരാളെ കുറ്റപ്പെടുത്തി വേട്ടയാടുമ്പോൾ എതിർ സൈഡിൽ നിന്നും സുരേഷ് ഗോപിക്ക് അനുകൂലമായ അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അത് വിജയിച്ചു എന്ന് തന്നെ പറയണം. ഒരർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പരസ്യമായി കുറ്റപ്പെടുത്തിയെങ്കിലും രഹസ്യമായി തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകി ജയിപ്പിച്ചു. മാധ്യമപ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചത് ഒരു സ്ത്രീ പീഡനമായി ചിത്രീകരിക്കപ്പെട്ടതും സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തതും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ഘടകമായി തന്നെ മാറി. മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചത് തെറ്റായ അർത്ഥത്തിൽ അല്ലെന്ന നിലപാടിലാണ് സ്ത്രീകൾക്കിടയിൽ തന്നെ ഒരു വലിയൊരു പ്രചാരണമാണ് ഉണ്ടായത്. ആ ഒരു പ്രാമുഖ്യം കിട്ടിയതുകൊണ്ടും സുരേഷ് ഗോപിക്ക് അത് അനുകൂലമായി മാറി. അനാവശ്യമായി വേട്ടയാടുക എന്ന പ്രചാരണം വ്യാപകമായി അയച്ചുവിടാൻ ഈ സംഭവം ബി.ജെ.പിക്കേറെ ഗുണകരം ചെയ്തിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതു മുതൽ തൃശൂരിൽ തമ്പടിച്ച സുരേഷ് ഗോപി നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിക്കാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. തൃശൂർ പൂര വിവാദവും അത്യന്തികമായി നേട്ടമുണ്ടാക്കിയെന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ. ക്രൈസ്തവ വോട്ടുകളും നല്ലതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 74,686 എത്തി നിന്നത്. 2019 ലഭിച്ചതിനേക്കാൾ 1,18,516 വോട്ടുകളാണ് തൃശൂരിൽ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് അധികമായി ലഭിച്ചത്. ആലപ്പുഴയിൽ 1,13,370 വോട്ടുകളും ആലന്തൂരിൽ 98,393 വോട്ടുകളും കൊല്ലത്ത് 59,871 വോട്ടുകളും ഇത്തവണ അധികമായി ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ നേടിയിട്ടുണ്ട്. 3 ഇടങ്ങൾ ഒഴികെ കേരളത്തിലെ 18 മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ബി.ജെ.പി. നേതൃത്വം കൊടുത്ത NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 20% വോട്ട് നേടുന്ന പാർട്ടിയായാണ് ഇപ്പോൾ ബി.ജെ.പി. ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നത്.
11 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയതും 9 മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയതും ഇടതുപക്ഷമോ UDF-നോ ഒന്നാം സ്ഥാനത്തെത്തുന്നത് പോലും സ്വാഭാവികമായി വിലയിരുത്താൻ കഴിയില്ല. താമരയ്ക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുമനസ്സ് മാറി തുടങ്ങിയതിൻ്റെ ഒരു സൂചകമാണ് ഈ മുന്നേറ്റമെന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ മുന്നേറ്റത്തെ നാം നോക്കിക്കാണേണ്ടതും ഈ ഒരു തരംഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർന്നത് കൊണ്ടാണെങ്കിൽ മറ്റിടങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഈഴവ വോട്ട് ബാങ്കുകൾ ചോർന്നത് കൊണ്ടാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്ന പിണറായി വികാരവും നേതാക്കന്മാരുടെ അഹങ്കാരവും ധാർഷ്ട്യവും തൻ്റെയിടവും എല്ലാം തോന്നിവാസപരമായ രീതിയിലുള്ള സംസാരവും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിലൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്.